നമസ്കാരം. നിലമ്പൂർ എംഎൽഎയുടെ അടുത്ത തള്ളും അങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ്. DMKയെ മറയാക്കി രാഷ്ട്രീയ നീക്കം നടത്തിയതാണ് പൊളിഞ്ഞത്. CPMനെ വെല്ലുവിളിച്ച് ഇടതുപക്ഷത്തു നിന്ന് പുറത്തുപോയ PV അൻവറിന്റെ DMK രാഷ്ട്രീയ നീക്കമെല്ലാം അൻവറിന് വെറും തള്ളാണെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. രാഷ്ട്രീയ ഭരണകക്ഷിയായ DMKയുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കം തുടക്കത്തിൽ തന്നെ പാളി. അൻവറിനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താനാകില്ലെന്നാണ് DMKയുടെ നിലപാട്. ഇതോടെ അൻവറിന് മുന്നിൽ സ്വതന്ത്ര വഴികൾ തന്നെയാണുള്ളത്. കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയ തലത്തിലും CPM DMKയുടെ സഖ്യകക്ഷിയാണ്. അത്തരമൊരു പാർട്ടിയുടെ വിമതനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നാണ് DMK വ്യക്തമാക്കുന്നത്. DMK വക്താവ് TKS ഇളങ്കോവൻ ന്യൂസ് മിനിറ്റിന് നൽകിയ പ്രതികരണത്തിലാണ് അൻവറിന്റെ അവകാശവാദങ്ങളെല്ലാം തള്ളിയത്. അതേസമയം സഖ്യനീക്കവുമായി PV അൻവർ സമീപിച്ചിരുന്നതായി DMK കേരള ഘടകം വ്യക്തമാക്കുന്നു. സഖ്യകക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ സമീപിച്ചിരുന്നതായി DMK കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി AR മുരുകേശൻ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് അൻവർ നൽകിയ കത്ത് DMK നേതൃത്വത്തിന് നൽകിയിരുന്നതായും മുരുകേശൻ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം DMK NRI വിഭാഗം സെക്രട്ടറിയും രാജ്യസഭാ എംപിയുമായ പുതുകൈ അബ്ദുള്ളയുമായി PV അൻവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. അൻവറും താനും ദീർഘകാല സുഹൃത്തുക്കളാണെന്നും തങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെന്നും പുതുകൈ അബ്ദുള്ള വിശദീകരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 15 വർഷമായി അൻവറിനെ അറിയാം. അദ്ദേഹം എപ്പോഴെങ്കിലും ചെന്നൈയിൽ സന്ദർശിക്കുമ്പോൾ ഞങ്ങളെ കണ്ടുമുട്ടുക പതിവാണ്. അൻവർ സ്വന്തം പാർട്ടി തുടങ്ങുകയാണെന്നും DMKയിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും പറഞ്ഞു. അതേസമയം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന തങ്ങളുടെ സംഘടന നിലവിൽ സാമൂഹ്യ കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഈ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇതേ പേരിലാകുമോ എന്ന് പറയാനാവില്ല. ഇതിന് സാങ്കേതികമായ പല കാരണങ്ങളുണ്ട്. നിലവിൽ ഇത് സാമൂഹ്യ കൂട്ടായ്മയാണ്. സംസ്ഥാനത്തെ മൊത്തം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യം ആ സമയത്ത് ആലോചിക്കാം. കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യപരമായ മുന്നേറ്റമായതുകൊണ്ടാണ് പേര് നിശ്ചയിച്ചത്. പകൽ സൂര്യ വെളിച്ചം, രാത്രി ടോർച്ച് വെളിച്ചം വേണം. അതുകൊണ്ടാണ് ടോർച്ച് സംഘടനയുടെ പേരിനൊപ്പം വെച്ചത്. അർജുനും മനാഫും മതേതരത്വത്തിന്റെ പ്രതീകമാണ്. തനിക്ക് മേലെ വർഗീയതയുടെ ചാപ്പ കുത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മനാഫും അർജുൻ്റെയും ചിത്രം ബോർഡുകളിൽ വെച്ചത്. മഞ്ചേരിയിൽ പ്രഖ്യാപനം വെച്ചത് സ്വന്തം നാടായതുകൊണ്ടാണ്. വീരചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഇവിടമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനായി വലിയ ക്രമീകരണങ്ങളാണ് മഞ്ചേരി ജസീല ജംഗ്ഷനിൽ ഒരുക്കിയിരിക്കുന്നത്. 10,000 പേർക്ക് ഇരിക്കാനായി കസേരയിട്ടിരിക്കുന്ന വേദിയിൽ 1,00,000 പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ. മലബാർ ആസ്ഥാനമായി രൂപീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മഞ്ചേരി വേദിയാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. PV അൻവർ പുതിയ പാർട്ടി പ്രഖ്യാപിക്കില്ലെന്ന് രാവിലെ തന്നെ മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. MLA സ്ഥാനം അയോഗ്യത ഭീഷണിയാകും എന്നതിനാലായിരുന്നു ഇത്. ഇടത് സ്വതന്ത്രനായിട്ടാണ് അൻവർ നിലമ്പൂരിൽ നിന്ന് ജയിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾ തുടർന്നുള്ള 5 വർഷവും സ്വതന്ത്രനായിരിക്കണമെന്നതാണ് ചട്ടം. മറ്റൊരു പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗത്വം എടുക്കാനോ പാടില്ല. ഈ ചട്ടം മറികടന്നാൽ അയോഗ്യത വരും. അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടി ഉണ്ടായാലും അൻവറിന് MLA ആയി തുടർന്നുകൊണ്ട് അതിൽ അംഗത്വം എടുക്കാൻ കഴിയില്ല. പാർട്ടി പരിപാടികളിലും പങ്കെടുക്കാൻ കഴിയില്ല. ഈ സാഹചര്യത്തിലാണ് DMKയുമായി സഹകരിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ആലോചനയിലെത്തുന്നത്. അതേസമയം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അക്കാര്യം നിയമവിദഗ്ധരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. DMKയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും അൻവർ വിശദീകരിച്ചിരുന്നു.